Hi all, welcome back to Kutti Programmers and this is KVS Tech. So ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് ദ നോട്ടിഫിക്കേഷൻസ് ഓഫ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേസ് ഓഫ് ഇൻസ്റ്റാളിങ് സോഫ്റ്റ്വെയർസ് ഇൻ ഉബുണ്ടു ഓർ ഡെബിയൻ ബേസ്ഡ് സിസ്റ്റംസ്. ഓക്കെ, സാധാരണ നമ്മൾ ലിനക്സ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻസിൽ കുറച്ച് ഫ്രസ്ട്രേഷൻസ് ആവാറുണ്ട്, കുറേ ബഗ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ ഇത്തരം ഇൻസ്റ്റാളേഷൻസിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ അത്തരം പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? സോ വി ക്യാൻ സ്റ്റാർട്ട്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻസ് മീൻസ് മെയിൻലി പാക്കേജ് മാനേജ്മെൻറ്റ് ഇൻ അവർ സിസ്റ്റം. സോ ഒരു OSനകത്ത്, ഐ മീൻ ലിനക്സ് ബേസ്ഡ് OSനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. 5-6 മെത്തേഡ്സാണ് ഇതിനകത്ത് പറയുന്നത്. 5-6 അതിൽ കൂടുതൽ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന, ലിനക്സിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു GUI ടൂൾ വെച്ചിട്ട് ഗ്രാഫിക്കലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ. യൂസിങ് എനി ഓഫ് GUI ടൂൾസ്. മെയിനായിട്ട് ഇപ്പോൾ ഉബുണ്ടു ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ സെൻറ്റർ എന്നുള്ള ഒരു GUI ടൂൾ ഉണ്ട്. സോ അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് സിനാപ്റ്റിക് മാനേജർ എന്നുള്ള ടൂളാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ അപ്ഗ്രേഡിങ്ങുള്ള ടൂൾസ് ഉണ്ട്. ഓക്കെ, ദ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മെയിൻ വൺ, ദറ്റ് ഈസ് കമാൻഡ് ബേസ്ഡ് ആണ്. apt-get ഓർ അതിൻ്റെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ആപ്റ്റാണ്. apt-get അല്ലെങ്കിൽ apt കമാൻഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിനകത്ത് എക്സിക്യൂട്ടബിൾ പാക്കേജ് അവൈലബിൾ ആണ്. എക്സിക്യൂട്ടബിൾ പാക്കേജിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .deb ആയിരിക്കും. ഡെബിയൻ്റെ ഷോർട്ടാണ് .deb. ഓക്കെ, സോ ഈ .deb ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് അത് ഒഫീഷ്യലി സപ്പോർട്ടിംഗ് അല്ല, എനിവേ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് പേഴ്സണൽ പാക്കേജ് ആർക്കൈവ്. അത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അതുവഴിയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ അവസാനമായിട്ട് പറയുന്നത് ഫിഫ്ത്ത് മെത്തേഡ് ഈസ് നമുക്ക് സോഴ്സ് കോഡ്, ആക്ച്വൽ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് ഉണ്ടെങ്കിൽ അതെങ്ങനെ കമ്പൈൽ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള മെത്തേഡാണ് പറയുന്നത്. അതും വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ അതും ഒഫീഷ്യലി സപ്പോർട്ടിംഗ് അല്ല. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് ഗിറ്റ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഗിറ്റ് ക്ലോണിങ്, അതുപോലെ ടാസ്ക് സെൽ, സ്നാപ്ഡി ഇത്തരം ടൂൾസുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, in this video I will discuss 5 methods of installation of softwares. Clear? So before starting the installation നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അത് മെയിനായിട്ട് സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററീസ്. സിംപ്ലി സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററി റെപ്രസെൻറ്റ്സ് എ കളക്ഷൻ ഓഫ് സെർവേഴ്സ് വേർ ദി സോഫ്റ്റ്വെയർ പാക്കേജസ് ആർ സെൻട്രലൈസ്ഡ്. ഓക്കെ, ദാറ്റ് മീൻസ് സെൻട്രലൈസ്ഡ് വേയിൽ സോഫ്റ്റ്വെയറിനെ ഡിഫറെൻറ്റ് സെർവേഴ്സിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ വി ക്യാൻ ഡൗൺലോഡ് ദ സോഫ്റ്റ്വെയർസ് ഫ്രം ദാറ്റ് റെപ്പോസിറ്ററി. ഓക്കെ, ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററി. സോ ബേസിക്കായി അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഉബുണ്ടു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉബുണ്ടു സോഫ്റ്റ്വെയർ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഓക്കെ, ആ ടൂളാണ് ഗ്രാഫിക്കലി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ. ഓക്കെ, സോ ആ ഉബുണ്ടു സോഫ്റ്റ്വെയർ സെൻറ്റർ എടുത്തിട്ട് യു ക്യാൻ ക്ലിക്ക് ദ ഓപ്ഷൻസ് സോഫ്റ്റ്വെയർ ആൻഡ് അപ്ഡേറ്റ്സ്. ഓക്കെ, അത് എടുത്തു കഴിഞ്ഞാൽ അത് കാണിച്ചു തരാം. ഓക്കെ, അത് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ the 4 software repositories. Okay, that is first one is main repository, second universe, and third restricted and multiverse. ആ ഡിസ്ക്രിപ്ഷൻ അവിടെ തന്നെയുണ്ട്. ഓക്കെ, ഈ 4 റെപ്പോസിറ്ററിക്കകത്ത് നിന്നും നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ക്ലിയർ?
സോ ഈ 4 റെപ്പോസിറ്ററിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ റെപ്പോസിറ്ററി ആണ്. സോ മെയിൻ റെപ്പോസിറ്ററിക്കകത്തുള്ള സോഫ്റ്റ്വെയർസ് ഈസ് ഫുള്ളി സപ്പോർട്ടഡ് ബൈ ദ ടീം, ഉബുണ്ടു ടീം. ഓക്കെ, അതിൻ്റെ റീസൺ ഇതാണ്, അതിനകത്തുള്ളതാണ് ഫുള്ളി ഫോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജസ്. ക്ലിയർ? ഫോഴ്സ് ബേസ്ഡ് മീൻസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, മീൻസ് ഫ്രീ ടു edit, free to sale, free to distribute, free to change, whatever it is. Okay, fully force based system. Okay, so എന്തെങ്കിലും സെക്യൂരിറ്റീസ് അപ്ഡേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ they will support, the official team will support. Okay, if we are download the package from main repository. Clear? സെക്കൻഡ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. അതും ഒഫീഷ്യലി സപ്പോർട്ടഡ് ബൈ ഉബുണ്ടു ടീംസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഇറ്റ്സ് എ ക്ലോസ്ഡ്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആയിരുന്നു. ഓക്കെ, ലാർജ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ചില ഹാർഡ്വെയർസിന് വേണ്ടിയുള്ള ഡ്രൈവേഴ്സ്, ഡിവൈസ് ഡ്രൈവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത്തരം കാര്യങ്ങളൊക്കെ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ഫുള്ളി ഓപ്പൺ സോഴ്സ്. ഓക്കെ, സോ അത്തരം ഡിവൈസ് ഡ്രൈവേഴ്സും ഒക്കെ പെയ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ഡ്രൈവേഴ്സും ലീഗൽ ഇഷ്യൂസൊക്കെ ഉള്ള സോഫ്റ്റ്വെയർസ് ഓക്കെ കംസ് അണ്ടർ റെസ്ട്രിക്റ്റഡ് റെപ്പോസിറ്ററി. ഓക്കെ, ദെൻ ദ തേർഡ് വൺ, യൂണിവേഴ്സ് റെപ്പോസിറ്ററി. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ഫുള്ളി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ്, but it is maintained by the community, not the official team. Okay, ഉബുണ്ടുവിൻ്റെ ഒഫീഷ്യൽ ടീം അല്ല. ഒഫീഷ്യൽ ടീം എന്ന് പറയുന്നത് ഉബുണ്ടുവിൻ്റെ ഒഫീഷ്യൽ ടീം എന്ന് പറയുന്നത് കാനോണിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. സോ കാനോണിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ല, മറിച്ച് ഒരു കമ്മ്യൂണിറ്റി, ഒരു ലാർജ് ഉബുണ്ടു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. മെയിൻ റെപ്പോസിറ്ററിക്കകത്തുള്ളതിനേക്കാളും അപ്ഡേറ്റ് ലേറ്റസ്റ്റ് വൺ ഉണ്ടാവാൻ ചാൻസ് യൂണിവേഴ്സിനകത്തായിരിക്കും. ഓക്കെ, പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഫുൾ ഒഫീഷ്യൽ സപ്പോർട്ട് ഓഫ് ഉബുണ്ടു ടീം കിട്ടണമെന്നില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മൾട്ടിവേഴ്സ്. ഇത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിൻ്റെ കളക്ഷനാണ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ അൺസപ്പോർട്ടഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓൺ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഇറ്റ് കണ്ടെയ്ൻസ് പെയ്ഡ് സോഫ്റ്റ്വെയർസ്. ക്ലിയർ? സോ ഒഫീഷ്യൽ സപ്പോർട്ട് കിട്ടുന്ന രണ്ട് റെപ്പോസിറ്ററിയാണ് മെയിനും റെസ്ട്രിക്റ്റഡും. അതിൽ റെസ്ട്രിക്റ്റഡ് പെയ്ഡ് ആണ്. ഓക്കെ, ഒഫീഷ്യൽ സപ്പോർട്ട് കിട്ടാത്ത രണ്ട് റെപ്പോസിറ്ററിയാണ് യൂണിവേഴ്സ് ആൻഡ് മൾട്ടിവേഴ്സ്. അതിനകത്ത് യൂണിവേഴ്സ് ഓപ്പൺ സോഴ്സ് ആണ്, ഫുള്ളി മെയിൻറ്റൈൻഡ് ബൈ ദ കമ്മ്യൂണിറ്റി ആണ്. മൾട്ടിവേഴ്സ് എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. ക്ലിയർ? ഇതിനകത്ത് ഈ രണ്ടും ആര് സപ്പോർട്ട് ചെയ്യില്ല? ഉബുണ്ടു ഒഫീഷ്യൽ ടീം സപ്പോർട്ട് ചെയ്യില്ല. ക്ലിയർ? സോ ഈ 4 ഒഫീഷ്യൽ ഈ 4 റെപ്പോസിറ്ററിക്കകത്താണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക ജനറലി. ഓക്കെ, നമുക്ക് സിസ്റ്റത്തിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിനകത്ത് ഈ റെപ്പോസിറ്ററിൻ്റെ ലിസ്റ്റ് ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ഗ്രാഫിക്കലിയാണ് നിങ്ങൾക്ക് ലിസ്റ്റ് ഞാൻ കാണിച്ചിരുന്നത്. ആക്ച്വലി സിസ്റ്റത്തിനകത്ത് ഈ റെപ്പോസിറ്ററിൻ്റെ ലിസ്റ്റ് കാണണമെങ്കിൽ യു ഹാവ് ടു ഗോ ടു ദി ഫയൽ /etc/apt/sources.list. There you can see the entire repository URLs. Clear? ഇൻ്റർനെറ്റിനകത്തുള്ള റെപ്പോസിറ്ററി URLs നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് പോർഷൻ. സോ ചില ലൈൻസ് ഇവിടെ കമൻസ് ഇട്ടിട്ടുണ്ടാവും. കമൻസ് ഇട്ടത് ആ റെപ്പോസിറ്ററി അല്ലെങ്കിൽ ആ URL ഡിസേബിൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. സോ എല്ലാ റെപ്പോസിറ്ററി ലൈൻസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 2 കാര്യങ്ങളാണ് ഉണ്ടാവുക: ഡെബ് സ്പേസ് ദ URL അല്ലെങ്കിൽ ഡെബ് സോഴ്സ് സ്പേസ് ദ URL. ഇവിടെ ഡെബ് സോഴ്സ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡെബ് ഹൈഫൺ സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് കോഡ് ബേസ്ഡ് ആണ്. ഡെബ് എന്ന് പറയുന്നത് ബൈനറി ബേസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ സോഴ്സ് കോഡായിട്ടാണ് സോഫ്റ്റ്വെയർ ഉണ്ടാവുക. ക്ലിയർ? ഡെബ് എന്ന് പറയുന്ന ലൈൻ ആ റെപ്പോസിറ്ററി എക്സിക്യൂട്ടബിളായി ബൈനറി ഫോർമാറ്റിലാണ് ഉണ്ടാവുക. കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ? സോ നേരത്തെ പറഞ്ഞ 4 റെപ്പോസിറ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും: മെയിൻ,
യൂണിവേഴ്സ്, മൾട്ടിവേഴ്സ്, ഓക്കെ, റെസ്ട്രിക്റ്റഡ് ഇങ്ങനെയുള്ള റെപ്പോസിറ്ററീസ് ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ലെറ്റ് മീ സീ ഹൗ ടു സീ ദിസ് file contents. For that, open the terminal. Just open that file by using any of editor, your favorite editor. gedit space slash etc slash apt slash sources dot list. So this file contains the entire repository details. Okay. Okay, this is the main repositories, the default repositories. Okay, you can see here main, universe, restricted, okay, multiverse, etc. Suppose if you are commenting any of this line, you will not get package from that URL. Clear? Here I am commenting on first line. That means it's a repository for restricted and main. Then you will not get any official package from Ubuntu. Clear? After saving, you will not get any official package from Ubuntu. Okay, this is the way of disabling or enabling the repository. So first, നമുക്ക് എന്ത് നോക്കാം, GUI മെത്തേഡ് വഴി, ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വഴി എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു സോഫ്റ്റ്വെയർ സെൻറ്റർ എന്നുള്ള ടൂളല്ല, ബിക്കോസ് അതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് സിനാപ്റ്റിക് മാനേജർ. അത് ബൈ ഡീഫോൾട്ട് ഉബുണ്ടു 16, 18 ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. യു ഹാവ് ടു ഇൻസ്റ്റാൾ ഇറ്റ് ഫ്രം കമാൻഡ് ലൈൻ. ഓക്കെ, സോ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഇൻസ്റ്റാൾ എ സോഫ്റ്റ്വെയർ. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സുഡോ apt get install synaptic. Actually it's already in my system. Okay, otherwise it will ask for yes or no. You have to answer yes, it will install it in your system. Okay, synaptic, this is your synaptic package manager. Suppose you want to install Java JDK. Okay, then just type on search, just type JDK. You will get the pattern of JDK list. Here you can see OpenJDK 8, OpenJDK 9, etc. Okay, if you want to install JDK 9 1.9, okay, just click this one and put mark for installation, and then put mark for installation. Actually it's in our system. Okay, so you can see here. If you want to upgrade it, I can put mark all for upgrades. Okay, it will install it in your system. So this is the easiest way of installing a package, software package in your system. Okay, package and its dependencies. Okay, dependencies എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു പാക്കേജ് ചില സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യണമെങ്കിൽ മറ്റ് സബ് മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സോ അത്തരം സബ് മോഡ്യൂൾസിനെയാണ്, സബ് പാക്കേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്പെൻഡൻസീസ് എന്ന്. ക്ലിയർ? ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പൈത്തൺ പൈത്തൺ ഇൻ്റർപ്രിറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ പൈത്തണിൻ്റെ വേറെ കുറേ ഡിപ്പെൻഡൻസീസ് പാക്കേജസ് ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ പൈത്തൺ വർക്ക് ചെയ്യത്തുള്ളൂ. ക്ലിയർ? സോ അത്തരം ഡിപ്പെൻഡൻസീസ് കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നോർമലി സോഫ്റ്റ്വെയർ പാക്കേജ് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഡിപ്പെൻഡൻസീസ് കൂടി ഇൻസ്റ്റാൾ ആയിക്കോളൂ. ക്ലിയർ? ദിസ് ഇസ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്റ്റാളിങ് എ പാക്കേജ് ഇൻ അവർ സിസ്റ്റം, ഉബുണ്ടു ഓർ ഡെബിയം ബേസ്ഡ് സിസ്റ്റം. ക്ലിയർ? സോ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, സോ ഈ മെത്തേഡാണ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. ദറ്റ് ഈസ് യൂസിങ് apt or apt-get. Apt is the latest command of apt-get, either by using apt or apt-get commands. Okay, so apt എന്ന് പറയുന്നത് advanced package tool. Okay, it's an abbreviation of advanced package tool.
ക്ലിയർ? സോ നിങ്ങൾ ഫസ്റ്റ് കണ്ടിരുന്ന GUI മെത്തേഡിൽ കണ്ടിരുന്ന ആ റെപ്പോസിറ്ററീസ് എല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആപ്റ്റ്. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡിനകത്ത് കണ്ടത്. സോ ആപ്റ്റിനകത്താണ് നിങ്ങളുടെ എല്ലാ സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററീസും ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് /etc/apt അതിനകത്തുള്ള സോഴ്സസ് ഡോട്ട് ലിസ്റ്റ് എന്നുള്ള ഫയലിനകത്ത് യു ക്യാൻ സീ ഓൾ റെപ്പോസിറ്ററീസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ആപ്റ്റിനകത്ത് വരുന്ന കുറച്ച് കമൻറ്റ്സ് നോക്കാം. ആപ്റ്റ് ഗെറ്റിനകത്ത് വരുന്ന കുറച്ച് കമൻറ്റ്സ് നോക്കാം. സോ നിങ്ങൾക്കൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻസീസ്. ഓക്കെ, ഡിപ്പെൻഡൻസി മീൻസ് ജസ്റ്റ് അസോസിയേറ്റഡ് പാക്കേജസ്. ഓക്കെ, ഫോർ വർക്കിംഗ് ദാറ്റ് പാക്കേജ് യു നീഡ് സം അസോസിയേറ്റഡ് പാക്കേജസ്. സോ അങ്ങനെയുള്ള അത്തരം അസോസിയേറ്റഡ് പാക്കേജിനെയാണ് ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പാക്കേജ് അതിൻ്റെ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ദിസ് കമാൻഡ്. You can use this command, that is sudo space, okay, apt-get space install space, then you have to put the package name you want to install. Okay, so ഈ കമാൻഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ sudo apt-get update, sudo space apt-get space update എന്നുള്ള കമാൻഡ് കൂടി റൺ ചെയ്യുക. അതിനുശേഷം മാത്രം ഇൻസ്റ്റാൾ കമാൻഡ് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറയാം. ആ ഇൻസ്റ്റാളേഷൻ ടൈമിൽ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ, അതായത് പാക്കേജ് ബ്രോക്കൺ, സം പാക്കേജ് ഈസ് ബ്രോക്കൺ, അങ്ങനെയുള്ള എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അത്തരം എറേഴ്സ് വരികയാണെങ്കിൽ, ബ്രോക്കൺ പാക്കേജസ് നല്ല രീതിയിൽ എറേഴ്സ് വരികയാണെങ്കിൽ യു ക്യാൻ ഫിക്സ് ഇറ്റ് ബൈ യൂസിങ് ദ തേർഡ് കമാൻഡ്, ദാറ്റ് ഈസ് sudo space apt-get space install space -f. -f means fix. Okay, clear? This is the way of installing a package. For uninstalling, you can use sudo space apt-get space. Okay, instead of install, you can use remove. Okay, remove space, then the package name. This is the way of uninstalling a package and its dependencies from the system. Okay, so already ഞാൻ പറഞ്ഞതാണ് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐ മീൻ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് sudo space apt-get space install space synaptic എന്ന് കൊടുത്താൽ മതി. ക്ലിയർ? either here you can use apt-get or latest version ubuntu ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ you can use apt also. both will work. Clear? Suppose in order to remove, you can use sudo space apt-get space remove synaptic. Do you ask for yes or no? Yes. Now the system is removing Synaptic Package Manager from the system. Clear? Next you have to understand cache of a repository. നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഒരു ആപ്റ്റ് ക്യാഷ് ഉണ്ടാവും. ഓക്കെ, ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെപ്പോസിറ്ററിക്കകത്ത് നിന്നും ഇൻസ്റ്റാളേഷൻസ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, സോ യു ക്യാൻ സീ ദ ക്യാഷ് ഇൻ ദിസ് ലൊക്കേഷൻസ്. ദാറ്റ് മീൻസ് /var/cache/apt/archives. ഓക്കെ, നിങ്ങളുടെ ഫയൽ സിസ്റ്റത്തിനകത്ത് ഈ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ കണ്ടന്റ് ഓഫ് apt cache. Okay, so first of all we have to know about എന്താണ് apt cache. Okay, so apt cache എന്ന് പറയുന്നത് ഒരു സ്പേസ് ആണ്. സോ നിങ്ങളുടെ റെപ്പോസിറ്ററിക്ക് നിന്ന് ആക്ച്വലി നിങ്ങളൊരു ഇൻസ്റ്റാളേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഈ ക്യാഷിനകത്തേക്കാണ് വരിക. സോ എന്തൊക്കെ പാക്കേജസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എല്ലാ പാക്കേജസിൻ്റെയും ഒരു കോപ്പി, ഐ മീൻ ഡെബിയൻ പാക്കേജസ് .deb.debian എന്നുള്ള പാക്കേജസിൻ്റെ ഒക്കെ കോപ്പി നിങ്ങൾക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? ഈ ക്യാഷിനകത്ത് കാണാൻ വേണ്ടി പറ്റും. സപ്പോസ് നിങ്ങളൊരു 10 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. സോ ഈ 10 സോഫ്റ്റ്വെയറിൻ്റെയും
ഡെബിയം പാക്കേജസ് നിങ്ങൾക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? ഈ ആപ്റ്റ് കാഷിനകത്ത്, ദാറ്റ് മീൻസ് /var/cache/apt/archives എന്നുള്ള ഫയൽ സിസ്റ്റം ലൊക്കേഷനകത്ത് യു ക്യാൻ സീ ഓൾ ദീസ് 10 പാക്കേജസ്, കോപ്പി ഓഫ് 10 പാക്കേജസ്. ക്ലിയർ? സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് sudo apt-get update. നമ്മൾ ഓരോ ഇൻസ്റ്റാളേഷൻ കമാൻഡിനും മുമ്പിലായിട്ട് മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും? sudo space apt-get space update എന്നുള്ള കമാൻഡ് കൊടുക്കും. ഇത് ചെയ്യുന്ന എത്രയാണ്? ഇൻ്റർനെറ്റിനകത്തുള്ള റെപ്പോസിറ്ററി URLs, ഓക്കെ, അതും ഈ ക്യാഷും തമ്മിൽ ഒരു സിങ്ക് ഉണ്ടാകും. ഓക്കെ, ദാറ്റ് മീൻസ് റെപ്പോസിറ്ററി ലിസ്റ്റ് ഫ്രം ഇൻ്റർനെറ്റ് വിത്ത് ക്യാഷ്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ക്യാഷും ആക്ച്വൽ റെപ്പോസിറ്ററി ലിസ്റ്റും തമ്മിലുള്ള ഒരു സിങ്കിങ് ആണ് എവിടെ എനേബിൾ ചെയ്യുന്നത്? apt-get update എന്നുള്ള ഫംഗ്ഷൻ എനേബിൾ ചെയ്യുന്നത്. ക്ലിയർ? Then only you can properly upgrade, then only you will get proper updates of all installed packages. Okay, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടിയെങ്കിൽ മാത്രമേ ആ സോഫ്റ്റ്വെയർസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? സോ sudo space apt-get space update എന്നുള്ള കമാൻഡ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ക്യാഷുമായിട്ട് സിങ്ക് ചെയ്യുന്നു. ഓക്കെ, then only you can properly install and update the packages in the repository list. Clear? Let me see the content of apt-cache. For that, sudo space the content of that folder. Okay, ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ ആ ഒരു ഡെബിയം പാക്കേജസും കാണാത്തത്. ക്ലിയർ? ഓക്കെ, ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ apt-cache ഈ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് നമ്പർ ഓഫ് ഡെബിയൻ പാക്കേജസ്. സോ ക്യാഷിനകത്ത് ഞാൻ പറഞ്ഞു, സപ്പോസ് ഞാൻ ഒരു 50 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഈ 50 സോഫ്റ്റ്വെയർസിൻ്റെയും കോപ്പീസ് എവിടെ കിടപ്പുണ്ടാവും? apt-cacheനകത്ത് കിടപ്പുണ്ടാവും. ഓക്കെ, ദാറ്റ് ലീഡ്സ് ടു ദ വേസ്റ്റേജ് ഓഫ് മെമ്മറി ഇൻ മൈ ഹാർഡ് ഡിസ്ക്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക? ബെറ്റർ യു ഹാവ് ടു ക്ലീൻ ദാറ്റ് apt-cache. ക്ലിയർ? ക്ലിയർ? ഓക്കെ, ആക്ച്വലി എൻ്റെ സിസ്റ്റത്തിനകത്ത് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഡെബിയം പാക്കേജും കാണാത്തത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി യു ക്യാൻ സീ ദീസ് 2 ഫോൾഡേഴ്സ്. ഓക്കെ, ലോക്ക് ആൻഡ് പാർഷ്യൽ. ആ 2 ഫയൽസും മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റൂ, apt-cacheനകത്ത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് വി വിൽ സീ ഹൗ ടു ക്ലീൻ ഓർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലീനിങ് ഓപ്ഷൻസ് അവൈലബിൾ ഇൻ apt. ക്ലിയർ? സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോ ക്ലീൻ ആണ്. sudo space apt-get space auto clean. നിങ്ങൾ ആ കമൻ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ apt-cacheനകത്തുള്ള എല്ലാ പാക്കേജും റിമൂവ് ചെയ്യില്ല, മറിച്ച് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പാക്കേജ് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാക്കേജസിൻ്റെ കോപ്പീസ്. ഓക്കെ, നമ്മൾ സപ്പോസ് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ചില പാക്കേജ് അൺഇൻസ്റ്റാൾ ചെയ്തു, പക്ഷെ അതിൻ്റെ കോപ്പീസ് എവിടെ ഉണ്ടാവും? apt-cacheനകത്ത് ഉണ്ടാവും. സോ അത്തരം പാക്കേജസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അവൈലബിൾ അല്ലാത്ത, ഓക്കെ, അപ്ഡേറ്റ്സ് അവൈലബിൾ അല്ലാത്ത പാക്കേജസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അത്തരം പാക്കേജസ് മാത്രം apt-cacheനകത്ത് നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ഈസ് sudo apt-get clean. സോ ക്ലീൻ ഉള്ള കമാൻഡാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് റിമൂവ്സ് ദ എൻറ്റയർ ക്യാഷ്. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന പാക്കേജും യൂസ് ചെയ്യാത്ത പാക്കേജും ഏത് തന്നെ ആയാലും ഇറ്റ് വിൽ ക്ലീൻ ദ എൻറ്റയർ കണ്ടന്റ് ഇൻ apt-cache. ക്ലിയർ? ആൻഡ് ദ തേർഡ് വൺ ഈസ് sudo apt-get auto remove. സോ അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇറ്റ് വിൽ റിമൂവ്സ് ഓൺലി ദ ഡിപ്പെൻഡൻസി പാക്കേജ് ഓഫ് റിമൂവ്ഡ് പാക്കേജസ്. ഓക്കെ, നിങ്ങൾ ചില പാക്കേജ് സോഫ്റ്റ്വെയർസ് റിമൂവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഡിപ്പെൻഡൻസി പാക്കേജ് സിസ്റ്റത്തിനകത്ത് ഉണ്ടാവും. ക്ലിയർ?
സോ അത്തരം ഡിപ്പെൻഡൻസി പാക്കേജ് റിമൂവ് ചെയ്യണമെങ്കിൽ, ആവശ്യമില്ലാത്ത ഡിപ്പെൻഡൻസി പാക്കേജ് റിമൂവ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് sudo space applicate space auto remove. Clear? These are the three ways of cleaning options. Okay. So നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആപ്ലിക്കേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു റൺ ദിസ് കമാൻഡ്. ഓൺലി ആഫ്റ്റർ ദാറ്റ് പെർഫോം ദിസ് വൺ, ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഇൻസ്റ്റാളേഷൻ കമാൻഡ്. ഓക്കെ ഓക്കെ. മിക്കവരുടെയും കേസിനകത്ത് ചില എറേഴ്സും അങ്ങനെ എന്തെങ്കിലും വരാം. സോ ആ കേസിനകത്ത് എല്ലാ എറേഴ്സും നമുക്ക് കൃത്യമായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ മിക്ക എറേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യുക, ദെൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എറർ വരികയാണെന്ന് വിചാരിക്കുക. ദെൻ അഗൈൻ യു ഹാവ് ടു ക്ലീൻ ദ ആപ്റ്റ് ക്യാഷ്. ഓക്കെ. ആപ്റ്റ് ക്യാഷ് ക്ലീൻ ചെയ്തതിന് ശേഷം ട്രൈ ടു അപ്ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാൾ. ഓക്കെ. മിക്കവാറും അത് വർക്ക് ചെയ്യും. ഓക്കെ. ഏതെങ്കിലും ഒരു പാക്കേജ് ബ്രേക്കിംഗ് ഇഷ്യൂസ് വരികയാണെങ്കിൽ യു ക്യാൻ പുട്ട് ദിസ് കമാൻഡ് ഓൾസോ. ഓക്കെ. ഇറ്റ് വിൽ റിസോൾവ്. ക്ലിയർ? ദിസ് ദ വേ ഓഫ് ഇൻസ്റ്റാളിങ് യൂസിങ് ആപ്റ്റ് മെത്തേഡ്. ഓക്കെ. സോ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഈസിയസ്റ്റ് മെത്തേഡാണ്. ദറ്റ് ഈസ് നിങ്ങൾക്ക് ബൈനറി പാക്കേജ്, നമ്മുടെ സോഫ്റ്റ്വെയർ കോഡിൻ്റെ ബൈനറി പാക്കേജ് നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇറ്റ്സ് ഇൻ ദി ഫോർമാറ്റ് ഫയൽ നെയിം ഡോട്ട് ഡെബ്, ഡെബിയൻ ഫയൽ നെയിം ഡോട്ട് ഡെബ് ഫോർമാറ്റിൽ ഇൻ്റർനെറ്റിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. സോ ആ ബൈനറി പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒരു ഇൻസ്റ്റാളേഷൻ കൊടുത്താൽ മതി. ക്ലിയർ? ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ടീം വ്യൂവർ എല്ലാവർക്കും അറിയാമായിരിക്കും. റിമോട്ട് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിമോട്ട് സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടീം വ്യൂവർ. സോ ടീം വ്യൂവർ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിചാരിക്കുക. ഓക്കെ. നിങ്ങൾ ആപ്ലിക്കേറ്റ് വെച്ചിട്ട് അത് പോസിബിൾ ആവില്ല. ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഈസിലി ഡൗൺലോഡ് ഇറ്റ് ഫ്രം ടീം വ്യൂവർ സൈറ്റ്. ഓക്കെ. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഡെബിയം പാക്കേജിൻ്റെ ഫോർമാറ്റ് ഈ രീതിയിലായിരിക്കും. പാക്കേജ് നെയിം അണ്ടർസ്കോർ വേർഷൻ അണ്ടർസ്കോർ ദ പ്ലാറ്റ്ഫോം ദാറ്റ് യു ആർ ഗോയിങ് ടു ഇൻസ്റ്റാൾ. ഓക്കെ. 32 ബിറ്റാണ് 32 ബിറ്റ് x86 എന്നുണ്ടാവും, 65 ബിറ്റാണ് 64, അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ടാവും. പാക്കേജിൻ്റെ പേര് അണ്ടർസ്കോർ വേർഷൻ അണ്ടർസ്കോർ ദ പ്ലാറ്റ്ഫോം ഫോർ വിച്ച് പാക്കേജ് ഈസ് ഗോയിങ് ടു ഇൻസ്റ്റാൾ. ഓക്കെ. ഈ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ക്ലിയർ? സോ 3 രീതിയിൽ ഡെബിയൻ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. That I will show you. Okay. So ടീം വ്യൂവറിൻ്റെ ഡെബിയം പാക്കേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം വ്യൂവറിൻ്റെ വെബ്സൈറ്റ് എടുക്കുക. ഓക്കെ. ഫ്രം ദർ ക്ലിക്ക് ഡൗൺലോഡ് ഫോർ ഫ്രീ. ഓക്കെ. ഓക്കെ. There you can see different download packages. Okay. Here I am using Ubuntu. Okay. It's also Debian based. So download this one. x86 underscore 64 bit. Okay. Just click, it will starts downloading. Okay. Just save the file. Okay. You can see the content in downloads folder. Okay. Just copy the contents. Better you put it in home folder. Okay. Home folder. Paste. So the first method is you can graphically install it. Okay. That's the easiest method. Okay. Here the installer I am using is GDB package installer. Okay. Otherwise you can use any other installer. Okay. You can also use the default software source installer. Okay. And you can click the install. Clear? Okay. So better than the software source installer, you can use the second method, that is using another installer, that is GDB tool. Okay. Genome Debian installer. GDB stands for Genome Debian installer. Okay. You can install that tool by using apt-get. Clear? Actually it's already installed in my system.
if you want to install GW tool, you can use sudo apt get install GW. This is GW package installer. Okay. By using this tool also you can install. I think that will be better to install. Okay. I will show you how to install. Okay. TeamViewer dot. Okay. Open this Debian package using GW package installer. Okay. It will be better than opening it by using Software Center tool. You can click install. For installing, click install package. It will ask for the password. You type the password. Okay, the installation is finished. Okay. You can see the TeamViewer application. So that will be the easiest method for installing a Debian package. Okay. Let me remove that package using apt-get remove. This is the way of removing a software package from the system. Okay. So in order to install a Debian package, either we can use the software source tool like this. Okay. Better than that, you can use the second method, that is using GW tool. Okay. You have to install GW first. Okay. That's the second method. Okay. Otherwise, you can go for the third method. Then there is no need of additional tool for installing Debian package. Just use the command dpkg. Okay. Debian package command, sudo space Debian package command, dpkg minus I for installing, R for removing. Okay. I TeamViewer. Okay. Actually this TeamViewer dot TeamViewer.debian is in my home directory. Okay. Clear? Suppose it's in some other directory. Suppose downloads, within the downloads, then you can use. Okay. If that package TeamViewer.debian package is in some other directory, then you can put the location of that package like this. Okay. If it's in home directory itself, okay, just package name is enough. Okay. That should be make sure before installation, the location of Debian package. Here it is in home directory. So by using dpkg command, you can install TeamViewer. Okay. Just open TeamViewer. It's working. Clear? This is the way of installing using Debian package. So the three methods are here. Either using dpkg command, sudo space dpkg space minus I space, then the location of the package. Otherwise, you can open it by using Ubuntu software source tool. Then click install button. Okay. Otherwise, you can open it by using GW tool and click install button. Okay. That will be fine, more fine. Clear? So next one is our fourth method, that is using PPA package. Okay. PPA അതിൻ്റെ അബ്രിവേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. PPA പേഴ്സണൽ പാക്കേജ് ആർക്കൈവ്സ്. ഓക്കെ. ഉബുണ്ടു ടീംസ് ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യാത്ത പാക്കേജസ് ആണ്. ഇൻ സം കേസസ്
നമ്മുടെ പർപ്പസിന് പ്രോപ്പർ അല്ലാത്ത ഒഫീഷ്യൽ പാക്കേജസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇൻ ദാറ്റ് കേസ് വി നീഡ് സം മോർ പാക്കേജസ് ദാറ്റ് ആർ നോട്ട് അവൈലബിൾ ഇൻ റെപ്പോസിറ്ററി ലിസ്റ്റ്. ഓക്കെ, സോ അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് PPA പാക്കേജ് ഉപയോഗിക്കുന്നത്. PPA പാക്കേജ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു തേർഡ് പേഴ്സൺ, മേ ബി സം ഒഫീഷ്യൽ കമ്പനീസ് എഴുതിയ പാക്കേജസ് ആയിരിക്കാം. ഓക്കെ, സോ അത്തരം പാക്കേജസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെപ്പോസിറ്ററിക്കകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഓക്കെ, സോ PPAസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. സം കേസ് വി നീഡ് സം അപ്ഡേറ്റ്സ് ഓർ more advanced packages. In that case, we have to add the repository for the third person packages. Okay, so അങ്ങനെ തേർഡ് പേഴ്സൺ പാക്കേജസിനെയാണ് PPA എന്ന് പറയുക. ഓക്കെ, അത്തരം ആർക്കൈവ്സിനെ. സോ ആ പാക്കേജസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക്, നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we can use that packages. Okay, that means ഡയറക്റ്റായിട്ട് യൂസേഴ്സിന് തരുന്ന പാക്കേജസാണ് PPA പാക്കേജസ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, അത്തരം പാക്കേജസിനെ നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ആഡിങ് ദാറ്റ് പാക്കേജസ് ഇൻ ടു അവർ റെപ്പോസിറ്ററി വി ക്യാൻ യൂസ് ഇറ്റ് ബൈ യൂസിങ് apt tool or GA tool. ഓക്കെ, സോ റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയർ സോഴ്സ് എന്നുള്ള GA ടൂൾ വെച്ചിട്ടും ചെയ്യാം, ഇല്ലെങ്കിൽ ആപ്റ്റ് കമാൻഡ് വെച്ചിട്ടും നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് എന്ത് ആഡ് ചെയ്യാം, ഒരു PPA പാക്കേജസിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് GUI വെച്ചിട്ട് ഒരു PPA എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് ഒരു പൈത്തണിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങളുടെ സിസ്റ്റത്തിനകത്തേക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഒഫീഷ്യലി പൈത്തണിൻ്റെ ഒരു ഡൗൺഗ്രേഡ് വേർഷനാണ് നിങ്ങളുടെ ഉബുണ്ടു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് PPA പാക്കേജ് ആൻഡ് ലേറ്റർ യു ക്യാൻ ഇൻസ്റ്റാൾ ഇറ്റ് ബൈ യൂസിങ് ദാറ്റ് PPA പാക്കേജ്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ നെറ്റിനകത്ത് പോയിട്ട് PPA പാക്കേജ് ഫോർ ദാറ്റ് പൈത്തൺ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ URL. ഓക്കെ, ഇതുള്ളൊരു URL കിട്ടും. ഇത് എക്സാമ്പിളാണ്. ഓക്കെ, ഡെബ് സ്പേസ് ദെൻ URL. ആ URL കോപ്പി ചെയ്തിട്ട് ഇവിടെ ആഡ്ന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇപ്പം സോഫ്റ്റ്വെയർസ് എടുത്തിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ്ന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് ദാറ്റ് സോഴ്സ്. ഓക്കെ, ആഫ്റ്റർ ആഡിങ് യു ക്യാൻ install the new version, or you can install that package by using apt install. Clear? Second method എന്ന് പറയുന്നത് കമാൻഡ്സ് വെച്ചിട്ട് PPA URL ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രീവിയസ് കേസിനകത്ത് പറഞ്ഞ പോലെ PPA URLൻ്റെ ഫോർമാറ്റ് ഈ രീതിയിലായിരിക്കില്ല. ഓക്കെ, the format is like this. Okay, for that you have to use the command add apt repository. Okay, sudo space add space hyphen apt hyphen repository space PPA colon. The format is like this: PPA colon something slash something. Okay, for example നിങ്ങൾക്ക് പൈത്തണിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ബൈ യൂസിങ് PPA. In that case, you can first add that package. You can first add that package into apt repository by using the command add hyphen apt hyphen add apt repository space then the package name. Okay, the format of package name is PPA colon deadsnake slash PPA. Okay, always the format is like this: PPA colon something slash something. ഓക്കെ, അതൊന്നും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഇൻ്റർനെറ്റിനകത്ത് നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ PPA പാക്കേജ് നെയിം. ഓക്കെ, സോ എപ്പോഴും ഒരു PPA ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു ടൂൾ കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. ദാറ്റ് മീൻസ് സോഫ്റ്റ്വെയർ പ്രോപ്പർട്ടീസ് കോമൺ.
software-properties-common. Okay, it's a basic tool for smoothening the working. Okay, then they are working. Okay, എപ്പോഴും repository add ചെയ്തതിനു ശേഷം installation ചെയ്യുന്നുണ്ടെങ്കിൽ first you have to install this tool, software-properties-common. Okay, after that add this repository, your repository. Clear? After that put one apt-get update command. Okay, then you will get the different versions of higher versions of Python from that package. Okay, package URL. Clear? 3.7, 3.8. Okay, clear? Okay, suppose you are using PPA package or PPA method of installation. For removing a PPA from the repository, you can use this command, PPA purge, PPA-purge. Okay, it's not removing the Python package, it's just removing the repository of that package. Okay, let me see the example. Okay, suppose I want to install the latest Python package, Python 3.8. Okay, for that it's by using PPA package method. Okay, so here first of all I have to install software properties common. Only after the installation of software properties common package, it's a basic package, try to install the actual PPA package. Okay, okay, before installing the PPA package, first you have to add it into apt repository. Add apt repository, then PPA colon space. I am here using the PPA for Python updated packages. The name is Dead Snakes. /PPA. So it's done. Okay. After adding the package to the PPA package to the repository, just update the cache. In order to check PPA package is added to the repository, just open Ubuntu softwares. Take the software and updates menu. Okay, and after that take other software. Okay, here you can see the PPA package list. Okay, clear? So തൊട്ട് മുമ്പ് ചെയ്ത ഡെബിയൻ പാക്കേജ് ഇൻസ്റ്റാളേഷൻസിൻ്റെയും URLs നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, launchpad.net deadsnakes/PPA. ഓക്കെ, സോ ആ റെപ്പോസിറ്ററിക്കകത്ത് നിങ്ങൾക്ക് ഇത് അതർ സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററി ആണ് കേട്ടോ. ഇവിടെ ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററി അല്ല, അതർ സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററിയാണ്. ഇതിനകത്ത് യു ക്യാൻ സീ the PPA package that we are added. Okay, remove ചെയ്യാൻ വേണ്ടി PPA package ലിസ്റ്റിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് you can here click remove. Otherwise you can use purge, PPA-purge command. Okay, both will work same. Clear? That's a way of installing okay. After adding the PPA package,
and update the updation is over. Okay, now you can install the Python package from that PPA package. Okay, sudo apt-get install Python 3.7. Okay, it will ask yes or no. Put yes. Clear? Here it is installing the Python 3.7 version from PPA package repository. Clear? Okay. Okay, this is the way of installing a package using PPA package method. Clear? Before moving to the next method of installation, I am removing this Python 3.7 from the system. So our last method of installation from this video, that is fifth one, install from source code. Okay, so far now we have discussed installation from binary packages. Okay, that is installation from .deb Debian packages. Okay, it's a binary executable packages. Okay, in this method I am installing a software package from the source code itself. Okay. Okay, so 5 steps are here. So ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, സോഴ്സ് കോഡിൽ നിന്നും സോഫ്റ്റ്വെയർ എക്സിക്യൂട്ടബിൾ സോഫ്റ്റ്വെയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാണ്. സോ കമ്പൈലേഷൻ എന്നുള്ള ഒരു കോർ പാർട്ട് ഇതിനകത്ത് ഉണ്ടാവും. ക്ലിയർ? ഓക്കെ, ദാറ്റ്സ് ദ ഫോർത്ത് പാർട്ട്, compilation. Okay, before compilations you have to understand some more steps. Okay, the main steps are, first one, download the source code from the any URL location, from any URL location in the internet. Okay, majority of source code format is in tarball format, so the extension is tar.gset. Okay, in some cases the extension is tar.bset2. Okay, so first you have to download the source code from the tarball source code from the internet. Okay, after downloading, suppose it's in your download folder. Okay, then first better you have to move that tarball from download folder to where it's your home folder. Okay, after that extract, okay, that tarball. For extracting, you can either extract it by using graphically or command line. Better use command line method. Okay, for extracting you can use the tar command. Okay, tar space, the attributes are -xzbf. X is for extraction. Okay, set for extracting from tar.gset file. Okay, J attribute is for, it's from .bset2 format. Okay, either you can use xzbf, otherwise you can use xjvf. Okay, clear? Then the tarball file, I will show how exactly it happens. Okay, then after that just open that folder. There you can see, mainly in majority of cases you can see two files, readme file and install files. Just read both these two files. Okay, then only you will get the actual steps. Okay, I am here describing the general steps. Okay? In most case this will work. Okay, third step is you have to run within that folder, within that extracted folder you have to run configure file. Okay, for running in command mode
you have to execute by using dot slash. Dot slash is using because you are running it in your home folder. Okay. Dot slash configure. Just run that commands. Actually, one configure file will be there in your extracted folder. Okay. So it will create the basic configuration for the installations. Okay. And it will produce one file, that is make file. Okay. ഈ മേക്ക് ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് കമ്പൈലേഷൻ സ്റ്റെപ്പ്. ഓക്കെ. മേക്ക് ഫയൽ ആണ് കമ്പൈലേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് കമ്പൈലേഷൻ. ഫോർ ദാറ്റ് ജസ്റ്റ് മേക്ക് എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഓക്കെ. സോ കമ്പൈലേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ binary files. Okay. Then the last step is just install that binary file. Okay. Installation vendi you need super user privilege. So the command is sudo space make space install. Okay. In some case you can use check install, leave it. Sudo space make space install. Okay. On this step, the binary files that are created in compilation step are installed in different parts of our systems. Okay, then only we can use that software later. Clear? So the five steps are there. Okay, let me see how it works actually. Suppose I want to install graphics library for GCC. Let the library name is libgraph. Okay. So in order to install libgraph, I am here trying it by using source code compilation. Okay, source code compilation method. Okay. So first of all you have to download libgraph from internet. Okay, any version of libgraph. For that, okay, from Google search libgraph tar file from libgraph tar file, then search enter, then press enter. Okay, then from any of URL you can take and download tar file. Okay, let it be the first link. Okay, let it be our URL. Just click and download. Okay. Okay, after downloading, that file, tarball file should be in download folder. Just copy and place it in home folder. Okay. Okay, now you can see the libgraph folder here, tarball file. Okay, first of all you have to extract it. Okay, for extraction you can use a GUI tool. Okay, and click extract here. Otherwise you can extract it by using tar command. Okay, sudo space tar. Okay, so the attribute exit vf. Okay, libgraph 102 tar.gz. Okay. Okay, so it's extracted into the folder libgraph 1.02 that you can check by using ls commands. Yeah, you can see here libgraph 1.0.2. Clear? Okay, that's the extract command, that is tar command. Okay. Okay, after that move to that folder. Okay, yeah, now I am in libgraph folder. There you can see all files. Okay, before installation, first of all of you check 2 files. That means you have to read 2 files, then only you will get the actual idea about the installation steps.
The files are install and the readme file. Yeah, these two files, install and readme files. Okay, majority of the case you can see these files. Okay, in install file you can get the steps of installation. Yeah, it's here. Okay, that means first move to the file, then compile, all these things. Okay, so better all of you read install file in your directory, tarball file directory. Okay, so the first step is, as per the install instructions, first step is run configure file within that directory libgraph. Okay, you can see the configure file. Yeah, this one, configure file. Okay, just run that configure file / then the configure file. Okay, on running this configure file, actually it will check the building environment. Okay, and create the actual building environment. Okay, clear? As a result of running the success running of .configure file, you will get a file name, that is makefile. Clear? Within that makefile, yeah, this one. If makefile is creating, then we can conclude that .configure setup is success. Okay, otherwise it's a failure. Clear? Here makefile is created. Okay, then we can move to our next step. Okay, our next step is actual compilation. Okay, we are compiling the entire source code within this folder. Okay, for the compilation of source code, you required the makefile that we got from the previous step. Okay, makefile ഏതൊക്കെ ഡയറക്ടറിക്കകത്തേക്കാണ് ബൈനറി ഫയൽസ് എത്തേണ്ടത് എന്ന് പറയുന്നത് ഈ മേക്ക് ഫയലാണ്. ഓക്കെ, സോ മേക്ക് ഫയലിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ഫോർ കമ്പൈലിംഗ് യു ഹാവ് ടു റൺ ദ കമാൻഡ് മേക്ക്. ഓക്കെ, better compile sudo make. Okay, the compilation is over. Now you will get binary packages, okay, that you can install in your system. For that, that's our last step, installation step, sudo space make space install. Now the binary files are installing on various directories of Ubuntu file system. Clear? Now the system is ready to work that package. That means you can run graphics programming in GCC. Clear? Okay. So the basic steps are, first one, download the tarball file from any of location of internet. Okay, the extension is .gz or .bz2. Okay, if it is .gz, you can use the first command like this. Okay, if it is .bz2 format, you can use, instead of z, you can use j. Okay, actually the minus is not required here. Okay, this minus, just tar space xvfi, tar space xzb. Okay,
hyphen is not required. Okay. After that, after extracting the downloaded file, just mainly read the install file within that folder. Okay. Now you should be in that extracted folder. Okay. There you can see one install file in majority of cases. Okay. Just read that install file. There you can see the actual installation step. I am here doing the general steps here. Okay. The third step is run the configure file. Okay. /configure. Okay. That will create an environment for the compilation. Okay. Environment for the compilation. And as a result of configure execution, you will get makefile output. Okay. After getting makefile, the next step, the actual compilation. Okay. Sudo space make. Okay. You have to put sudo here. Sudo space make. Okay. This will result the binaries in different locations. Okay. After creating binaries, the last step, that is installation step. Okay. That is this one. Sudo space make space install. Okay. That will create binaries. Then your package will be ready for your use. Okay. This is the last. Okay. This is the fifth step of, this is the fifth step of source code compilation method. Okay. So friends, bye for now. Okay. Actually, some more tools are there for installing the different packages like snapd, taskcell, git. Okay. I will tell about these things in my some other videos. Okay. So bye for all now.